ഹലോ, ഇനി ഇതുപോലൊരു കാർഡ്ബോർഡ് പീസ് കിട്ടിയാൽ വിട്ടുകളയരുതേ. നമുക്ക് അടിപൊളി ഒരു ക്രാഫ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. എങ്ങനെ ചെയ്തു നോക്കിയല്ലേ? ആദ്യം നമുക്കിതാ ഇതുപോലൊരു ഷേപ്പ് നമുക്ക് വരച്ചെടുക്കാം. ഒന്നല്ലേ കേട്ടോ, രണ്ടെണ്ണം വരയ്ക്കണേ. ഡെസ്ക് ഡെക്കോറായിട്ടും അതുപോലെ തന്നെ ഷോ പീസായിട്ടും നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റം തന്നെയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അത് നമ്മുടെ കൈകൊണ്ടാകുമ്പോൾ അതിനൊരു പ്രത്യേക ഭംഗി തന്നെയല്ലേ. ഇതുപോലെ നിരവധി ക്രാഫ്റ്റുകൾ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവർ അതെല്ലാം പോയി കണ്ടെന്ന് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമുക്കിതാ ഇതുപോലെ നമുക്ക് ആവശ്യമുള്ള ഷേപ്പുകളെല്ലാം ഒന്ന് വരച്ചെടുക്കാം. അപ്പം നമ്മളങ്ങനെ എല്ലാ ഷേപ്പുകളും വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മളങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതാ ഇതുപോലെ 3 കാർഡ്ബോർഡ് പീസ് കൂടി ആവശ്യമുണ്ട്. അത് നമുക്കിതാ ഇതുപോലെ ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മളങ്ങനെ കാർഡ്ബോർഡ് പീസുകളെല്ലാം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെയൊക്കെ ഒന്ന് കവർ ചെയ്തെടുക്കാം. കളർ പേപ്പർ ഉപയോഗിച്ച് വേണമെങ്കിൽ നമുക്ക് കവർ ചെയ്തെടുക്കാം. ഞാനിവിടെ മെഡിസിൻ വാങ്ങുമ്പോൾ കിട്ടുന്ന ബ്രൗൺ പേപ്പർ കൊണ്ടാണ് കവർ ചെയ്തെടുക്കുന്നത്. അങ്ങനെ നമ്മൾ മുഴുവനായിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളത് കൂടി കവർ ചെയ്തെടുക്കാം. ഇത് ഞാൻ ബുക്കിൻ്റെ പേജ് ഉപയോഗിച്ചാണ് കവർ ചെയ്തെടുക്കുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല നീറ്റായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ നമുക്കങ്ങനെ എല്ലാതും ഇതുപോലെ നീറ്റായിട്ട് കവർ ചെയ്തെടുക്കാം. അങ്ങനെ എല്ലാതും നമ്മൾ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 2 ഈർക്കിലാണ് ആവശ്യമായിട്ടുള്ളത്. അതിന് നമുക്കൊന്ന് പേപ്പർ ഉപയോഗിച്ചൊന്ന് ചുറ്റിയെടുക്കാം. മുഴുവനായിട്ടും ചുറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ മുകളിലും താഴെയും അല്പം വിട്ടിട്ട് വേണം പേപ്പർ ചുറ്റിയെടുക്കാനായിട്ട്. ഇങ്ങനെ ഇവിടെ 2 ഈർക്കിൽ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ പേപ്പർ ഒന്ന് റോൾ ചെയ്തെടുക്കാം. ഇതുപോലെ 2 പേപ്പർ റോളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അങ്ങനെ 2 പേപ്പർ റോള് നമ്മളിവിടെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ കമ്പി എടുത്ത് അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം. അങ്ങനെ 2ൻ്റെയും നമുക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ ഒന്ന് ജോയിൻ ചെയ്യാം. അത് ഈർക്കിൽ നമുക്ക് പശ തേച്ച് ഇതുപോലെ നമുക്ക് ഇറക്കി വെക്കാം. ഇനി അതുപോലെ മറ്റേ ഭാഗത്തും പശ തേച്ച് അതുപോലെ തലഭാഗവും നമുക്ക് ഇതുപോലെ ഉള്ളിലോട്ട് ഇറക്കി വെക്കാം. പൂച്ചയുടെ ഒരു മോഡലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇനി നമുക്കതിൻ്റെ വാലൊന്ന് സെറ്റ് ചെയ്യാം. അതിന് നമുക്ക് ഇതുപോലെ ഒന്ന് പേപ്പർ റോളൊന്ന് വളച്ചെടുക്കാം. ഇനി വാലിനെ നമുക്ക് ഇതിലേക്ക് ഒട്ടിച്ചു വെക്കാം. ഇതുപോലെ നമുക്ക് മറ്റൊന്നുകൂടി ഉണ്ടാക്കിയെടുക്കാം. ഇനി ഇവരെ നമുക്കൊന്ന് കളർ ചെയ്തെടുക്കാം.
ഇപ്പോൾ നമ്മൾ രണ്ടുപേരെയും കളർ ചെയ്ത് കുട്ടപ്പന്മാരാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവരെ ഈ സ്റ്റാൻഡിലോട്ട് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ പൂച്ചക്കുട്ടന്മാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എങ്ങനെയാണ്, നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യണേ. അതോടൊപ്പം ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.